ഹായ് എവരിവൺ, molbinstaste എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരമണിക്കൂർ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ വരട്ടിയതാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ പാൻ വെച്ച് പാൻ നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നല്ലൊരു ചൂടായി വരട്ടെ കേട്ടോ. നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലൊരു പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചെറുതായി ഇതുപോലെ കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ടീസ്പൂൺ കറി മസാലപ്പൊടി. ഇനി ഞാൻ ഇടുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഇടാം കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ ഇടാം. കുറച്ചുകൂടി എണ്ണ വേണം. നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിക്കാം. കാരണം ഈ ചിക്കനിൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇടാം. ചിക്കൻ ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഉപ്പിട്ട് വെച്ചതാണ്. ഒരു നേരിയതായിട്ട് ഉപ്പിട്ട് അതിലേക്ക് ഒരു 200 ഗ്രാം കാണും കേട്ടോ. ഇതിനൊപ്പം തന്നെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുവാണ് കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെക്കാം. ഇത് തുറന്ന് വെച്ച് തന്നെയാണ് നമ്മൾ വേവിക്കുന്നത്. മീഡിയം ടു ഹൈയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വെച്ചു. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് മീഡിയത്തിലോട്ട് വെക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ക്യാരറ്റും കൂടി ഇടുവാണ്. അത് ഓപ്ഷനിലാണ്. ഇതിന് നമ്മൾ ഇളക്കി കൊടുത്ത് മൂടി വെക്കാതെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. അടച്ചു വെക്കരുത്, മൂടി വെച്ച് വേവിക്കരുത്. തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. കണ്ടോ, ചിക്കൻ ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടോ. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ഉപയോഗിക്കാം. ഇത്രയും ഗ്രേവി എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടി ഇത് വഴറ്റി കൊടുക്കുവാണ്. കുറച്ചുകൂടി ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇടുവാണ് കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വരട്ടെ. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയ ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നല്ല ഫ്ലേവറാണ്. ഫ്രഷ് ഞാനിപ്പോൾ പിച്ചിക്കൊണ്ട് വന്നതാണ്. ക്യാപ്സിക്കമൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. കണ്ടോ, നല്ല കളറ്, നല്ല മണമുണ്ട്, നല്ല ഫ്ലേവറാണ്. വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ടൊമാറ്റോ ഇട്ടിട്ടില്ല, മല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് ഇറക്കാം കേട്ടോ. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. ഗ്രേവി എല്ലാം പൊതിഞ്ഞിരിക്കുവാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്.